ക്യാമ്പ് സൈറ്റിലെ മോർണിംഗിന് ഒരു പ്രത്യേക വൈബ് തന്നെയാണിത്. നമ്മുടെ ആമിക്കുട്ടി അബി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുവാണ്. ആമിക്ക് ഈ ക്യാമ്പ് സൈറ്റ് ഭയങ്കര ഇഷ്ടമായി അല്ലേ ആമി? ആമി പറഞ്ഞേ, ആട്ടുമാമേനെ കണ്ടതെല്ലാം പറഞ്ഞേ. ഇവിടുത്തെ ഓണറും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ക്യാമ്പ് സൈറ്റ് എടുക്കുവാണെങ്കിൽ ഗുണം എന്ന് പറയുന്നത് കണ്ടോ, കുഞ്ഞു കുഞ്ഞു ആടുകളൊക്കെ ആമീനെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അതെ, ആമി ഇഷ്ടംപോലെ ആടുകളെ കണ്ടു, ആട്ടിൻകുഞ്ഞിനെ കണ്ടു. ജനിച്ചിട്ട് 2 മാസമായ ഒരു ആട്ടിൻകുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഓണർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, പുള്ളി കൊണ്ട് എല്ലാം കാണിച്ചൊക്കെ തരുന്നു. പിന്നെ ഇതൊരു കാമാങ്കോയറ്റായിരുന്നു അല്ലേ ചായ? ഇത് നമ്മുടെ NC5ന്റെ റൂട്ടാണ് കേട്ടോ ഈ കാണുന്നത്. അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ്. പക്ഷെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു അല്ലേ ഒരു സുഖം ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് അങ്ങ് അതൊരു ഫ്രീഡം തോന്നി. ഇത് അങ്ങ് അവിടെ കാണുന്നതാണ് കടൽ കേട്ടോ, അങ്ങ് കണ്ടോ കടലാണ്. അപ്പൊ ഇന്നലെ നമ്മൾ കടലിലൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്തു. അല്ല പൊന്നു, പിന്നെ ബബിള് പറക്കൂലേ? ചോരി ഇതാ കപ്പ തരും. ആമി ഊതിക്കാൻ നോക്കട്ടെ, ആമിക്ക് ഊതാൻ അറിയോ നോക്കട്ടെ. തുപ്പുവാണോ ചെയ്യുന്നേ? അപ്പൊ ഇത് നമ്മൾ പാക്കിംഗ് ഒക്കെ തുടങ്ങി കേട്ടോ. നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ തിരിച്ചു പോവാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് നമ്മളിപ്പോ മല ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് അല്ലേ ചായ? നമ്മൾ NC5 ഏകദേശം ഒരു പകുതി 3/4 ഭാഗമായി. ഇന്ന് നമ്മൾ NC5 വിട പറയും. എന്തായാലും ജീവിതത്തിൽ ഓർക്കാൻ പറ്റുന്ന ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് ഈ ഒരു ഞങ്ങൾ യാത്ര ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഞങ്ങൾക്ക് ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് കഴിഞ്ഞ ദിവസമായിട്ടൊക്കെ വീഡിയോയ്ക്ക് ഒരു കമന്റ് കണ്ടു. അവര് നമ്മളെ ക്യാമ്പിംഗ് ട്രിപ്പ് കണ്ടിട്ട് കോൺവാളിലോട്ട് അവരും ക്യാമ്പ് ചെയ്താ പോയെ, അവർക്ക് അത് ഭയങ്കര വെർത്തായിന്ന് അല്ലേ? പപ്പയ്ക്കും മമ്മിക്കും അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. കുറച്ച് ദൂരം വന്നപ്പോൾ നമ്മൾ പിന്നെ വണ്ടി നിർത്തിയിട്ടോ. ഇത് നോക്കി എന്ത് രസമാണെന്ന് നോക്കിയാൽ കടൽ ഇങ്ങനെ ഉള്ളോട്ട് കയറിയ ഒരു ഭാഗമാണ്. കടലിന്റെ നടുക്കാ നമ്മൾ നിൽക്കുന്നത്. രണ്ട് സൈഡ് അങ്ങേ സൈഡ് എല്ലാം കടലാണ്. ഇങ്ങേ സൈഡും കടലാട്ടോ. നമുക്ക് ഇവിടെ ഈ റൂട്ടിനൊരു പ്രത്യേകത, എവിടെ വേണേൽ വണ്ടി നിർത്താട്ടോ. ഇപ്പൊ എവിടെ വേണമെങ്കിലല്ല, ഇതേപോലെ ഇങ്ങനെ ഇടയിലിടയിൽ പാർക്കിംഗ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും നല്ല സ്പോട്ട് മിസ് ചെയ്യൂല. സാധാരണ നമ്മൾ മറ്റേ റൂട്ടിലൊക്കെ വരുമ്പോൾ നല്ലൊരു സ്ഥലം കണ്ടാൽ നമുക്ക് വണ്ടി നിർത്താൻ പറ്റില്ല. പക്ഷേ ഇവിടെ നല്ല സ്ഥലത്ത് ഓൾറെഡി അവർ പാർക്കിംഗ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഇറങ്ങി നല്ല കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവാം. കുറച്ചും കൂടി മുമ്പോട്ട് വന്നപ്പോൾ ഞങ്ങൾ വേറൊരു അടിപൊളി സീനറി ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ മലഞ്ചെരിവിലുള്ള ആ ഒരു കടലാണോ ഇനി തടാകമാണോ എന്നറിയില്ല. അതിൻ്റെ ആ താഴെ ഒരു കോട്ടേജും ആ ഒരു ചെറിയൊരു ദ്വീപ് പോലെ നിൽക്കുന്ന ആ ഒരു സ്ഥലവും കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെയും കൂടി നിന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ഇവിടെ നിർത്തിയതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നമ്മളിപ്പോൾ ഇതിങ്ങനെ മലയിറങ്ങി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് ഈ കോസ്റ്റൽ സൈഡിലൂടെ. ഇതുകൊണ്ടാണ് ഈ നോർത്ത് കോസ്റ്റ് 500 റൂട്ട് ഇത്രയും ഫേമസ് ആയത്. ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി. നമ്മളിവിടെ ഒരു ബീച്ച് സൈഡിൽ വണ്ടി നിർത്തിയ. സത്യം പറഞ്ഞാൽ ഇത് എല്ലാം ബീച്ച് സൈഡ് തന്നെയാണ്. നമ്മൾ ബീച്ച് ടച്ച് ചെയ്താൽ പോകുന്നത്. പക്ഷെ ഇവിടെ വണ്ടി നിർത്താതിരിക്കാൻ തോന്നിയില്ല കേട്ടോ. ഫുള്ള് കോട വന്ന് നിറഞ്ഞിരിക്കുക. എന്ത് വലിയ കൊക്കയാന്ന് പറയുക താട്ട്. ഇവിടെ ഒരു സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഇപ്പോൾ കോട ആയത് കാരണം അത് കയറിക്കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. പിന്നെ മാത്രമല്ല എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ്. പപ്പയ്ക്ക് എന്ന് കാരണം എന്താണ് കയറുന്നപ്പാ. പക്ഷെ കയറിന് അങ്ങ് പോകണം, വലിയ ചടങ്ങ. അവിടെ പോയി പിന്നെ തിരിച്ച് ഇവിടെ വന്ന് മടി പിടിച്ച് പറഞ്ഞേ. ഇത് നോക്കിയാ ഈ ബീച്ച് നോക്കിയേ. ഓ എന്ത് രസമല്ലേ. വൈറ്റ് നമ്മൾ വേറെ മറ്റേ ഇവിടെയൊക്കെ പോയ പോലെ തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം യാത്ര ചെയ്ത് വന്ന് ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെയാണ് നിർത്തിയിരിക്കുന്നത്. നിങ്ങളുടെ നോക്കി അങ്ങ് ദൂരെ ഒരു കുഞ്ഞു ബോട്ടെല്ലാം കാണുന്നുണ്ട്.
എന്ത് രസമല്ലേ. നമ്മൾ കഴിക്കുന്നത് നല്ല അടിപൊളി ഫിഷ് ആൻഡ് ചിപ്സ് ആണ് കേട്ടോ. ഒരുപാട് സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിച്ചേക്കുന്നത് ഫിഷ് ആൻഡ് ചിപ്സ്. അതെ അതെ, ഇതിപ്പോ മൂന്നാമത്തെ ആയി കഴിക്കും. എല്ലാ ദിവസവും നമ്മൾ കഴിക്കും. അതെ, ഇതുണ്ട്. ഞാൻ ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാവേ. ഇതാണ് നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സ്ഥലത്തിലെ വ്യൂ. നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്ന നല്ല റൂട്ടിൽ കൂടെയാണ് കേട്ടോ. നമ്മൾ ആപ്പിൾ ക്രോസ് എത്തുമ്പോഴാണ് ഇതുപോലൊരു നല്ലൊരു പാസ് വരുമെന്ന് വിചാരിച്ചത്. പക്ഷെ ഇത് അതിലും നല്ലൊരു അടിപൊളി പാസ്സാണ് കേട്ടോ. അതിലും നല്ലതാന്ന് തോന്നുന്നു. അതെ, ഇത് നല്ലൊരു പാസ്. നമ്മളിപ്പോ NY പാസ്, ഹോർസ് ഷൂ പാസിലൂടെ ഒക്കെ പോയി. അതെ, അടിപൊളിയുണ്ട് ഇതിലൂടെ പോവാൻ. നമ്മളാ ലേക്ക് ഡിസ്ട്രിക്റ്റില് പോയില്ലേ, അതേപോലെ ഒരു അടിപൊളി പാസ്. ചെറിയ റോഡിൽ കൂടെ ഇങ്ങനെ ഓടിക്കുന്ന ഒരു അതെ, പോകുന്ന വഴിക്ക് ഫുള്ള് നമുക്കിങ്ങനെ മലനിരകളും ഫുള്ള് ചെമ്മരിയാടും പശുക്കുട്ടികളും ഫുള്ള് കാറ്റാടി മരങ്ങളും പിൻമില്ലുമാണ്. ഇവിടെ നിർത്തിയിട്ട് നമുക്ക് കുറച്ചു നേരം ആട്ടിൻകുട്ടിയുടെ കൂടെ കളിക്കായിരുന്നു. ആമിക്ക് ആട്ടിൻകുട്ടീനെ ഭയങ്കര ഇഷ്ടമായി. ഇന്നലെ കണ്ടതോടുകൂടി ആമി ആട്ടിൻകുട്ടി ഫാനായി. അപ്പൊ ഇത് NC500 ബോർഡിന്റെ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. നമ്മളൊരു ബോർഡ് കിട്ടിയപ്പോ ഇത്രയും നേരം നമ്മൾ ബോർഡ് പാസ് ചെയ്ത് പോകുന്നതല്ലാണ്ട് നമുക്ക് NC500 സൈൻ ബോർഡ് വെച്ചൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഒരുപാട് സ്ഥലത്തുണ്ട് വണ്ടി, പക്ഷെ നമുക്ക് നിർത്താനുള്ള എടുക്കാൻ പറ്റുന്നില്ല. ഉള്ളാപ്പോളിലേക്ക് ഇനി 103 കിലോമീറ്റർ 103 മൈലും കൂടെ ബാക്കിയുണ്ട്. 103 മൈലുണ്ട്. വ്യൂ നോക്കി എന്ത് രസമാണ്. അടിപൊളിയല്ലേ NC500. ഇതുകൊണ്ടാണ് ഈ ഒരു റൂട്ട് ഇത്രയും എന്താണ് പ്രസിദ്ധമായത്. ഇത്രയും സീനിക് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ അല്ലേ. അതെ, അടിപൊളി. ഇത് ഇങ്ങോട്ടേക്ക് ഫുള്ള് മലയാന്ന് പറഞ്ഞാലും എന്നാ ഭംഗിയത് കാണാൻ അല്ലേ. വന്ന വഴി എന്ത് രസമായിരുന്നു കാണാൻ അല്ലേ. അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞു മടുത്ത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നിങ്ങളെ വെറുപ്പിക്കുന്നുണ്ട്. അതിനർത്ഥം ഇത് അത്രയും ബ്യൂട്ടിഫുൾ ആണെന്നാണ്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇതുവഴി ഒന്ന് മസ്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യണം കേട്ടോ. ഏത് ടൈം സീസണിലാണെങ്കിലും പ്രശ്നമില്ല. ഇത് കണ്ടോ, ഞങ്ങൾ സമ്മറിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ ഇതേ വാട്ടർഫോൾ കാണാൻ വേണ്ടി നമ്മുടെ പാർക്കിങ്ങിൽ വന്ന് നിർത്തി. ഇപ്പൊ ഇവിടുത്തെ വ്യൂ കൊണ്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. വേറെ പ്രത്യേകതയുണ്ട്, ഈ വാട്ടർഫോൾസിൽ വെള്ളം ഉണ്ടോന്ന് ഡൗട്ടാണ്. സമ്മർ ആയതുകൊണ്ട് പറ്റിയും തോന്നുന്നു. അങ്ങ് അവിടെയാണ്, ആ ഒരു ഭാഗത്തായിട്ടാണ് വാട്ടർഫോൾ. കുറച്ച് ദൂരം നടക്കാനുണ്ട്. 7 മിനിറ്റ് നടക്കാൻ കാണിക്കുന്നുള്ളൂ. നമുക്ക് മെല്ലെ നടന്നു നോക്കാം. പിന്നെ ഇത് നോക്കി എന്ത് രസമല്ലേ കാണാൻ. ഇങ്ങനെ പറഞ്ഞ ഹായ് ഗൈസ് പറഞ്ഞു. കൊഞ്ചാതെ കാര്യം പറയാം. ഇത് എവിടെയാ വന്നേന്ന് പറയും നമ്മള്. വാട്ടർഫോൾസ് വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം ദൂരെ കടലൊക്കെ കാണാട്ടോ നമുക്ക്. കണ്ണത്ത ആ മല കണ്ടിട്ടാണ് എനിക്ക് പറക്കാൻ തോന്നുന്നു. ചിറകുണ്ടായിരുന്നെങ്കിൽ ഒന്ന് പറന്നിട്ട് വരായിരുന്നു അല്ലേ. വാട്ടർഫോൾ ഇത് അങ്ങ് അവിടെ എവിടെയാണ് കേട്ടോ. ഡ്രോൺ ഉള്ളതുകൊണ്ട് ഒരു ഉപകാരമുണ്ട്. വെള്ളച്ചാട്ടം, വെള്ളം ഇപ്പൊ ഒഴുകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. വെറുതെ നടന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ. കാരണം ഇപ്പൊ ഇതാണല്ലോ എന്ത് സമ്മർ ആണല്ലോ, അതുകൊണ്ട് പറയാൻ പറ്റില്ല. നമുക്ക് നോക്കി നോക്കാം. ഡ്രോൺ പോകുന്നുണ്ട്. നമ്മൾ ഡ്രോൺ പറത്തി നോക്കുവാണ് കേട്ടോ. ഇവിടെ കണ്ട ഒരു നല്ലൊരു അടിപൊളി തടാകമാണ്. ചുറ്റും മലയിടുക്കും, അതിൻ്റെ നടുക്കൊരു തടാകം. നമ്മൾ ഡ്രോണിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് പോയി നോക്കിയിട്ട് വരാനായിട്ട്. അല്ലിച്ചേ പോയി നോക്കി കണ്ടുപിടിച്ചിട്ട് വരട്ടെ. ദീപപ്പ മമ്മി ആമിയും കൂടി വരുന്നുണ്ട്. ആമി അങ്ങ് പോവാണോ? എന്ത് കാണാനാ പോകുന്നേ? ആണ്ടേ അതല്ലേ ഡ്രോൺ. വെള്ളച്ചാട്ടം ഉണ്ടോ? ചെറിയ വെള്ളമുണ്ട്. ആണ്ടെ മിന്നു ചതിപ്പിച്ച താന്നു പോയിട്ടോ. ഇവിടെ ശ്രദ്ധിക്കണോട്ടോ മിന്നു നടക്കുന്നേ. മുട്ട് വരെ താന്നല്ലേ. ഇനി അവിടെ പോയി കഴുകിയിട്ട് വരാം. ഞാൻ വലിയ ചതുപ്പ് കുഴിയിലൊക്കെ ചാടി അറ്റ്ലീസ്റ്റ് വെള്ളച്ചാട്ടം കാണാൻ പറ്റിയത്. അങ്ങനെ നമ്മളിത് വെള്ളച്ചാട്ടത്തിന് അടുത്തെത്തി. വെള്ളച്ചാട്ടത്തിന് മുകളിലാണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത്. ഇതാണ് അതിന്റെ ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ആരംഭം. അതെ ഇവിടുന്ന് കേട്ടോ.
ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് അതിശക്തമായ വെള്ളച്ചാട്ടമാണ്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമ്മർ ആയത് കാരണം വലിയ വെള്ളമില്ല. അതെയോ? ഞാൻ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കി പറ, കേൾക്കത്തില്ല. ഏറ്റവും ടോപ്പിൽ വന്നിട്ട് വെള്ളച്ചാട്ടം കാണുന്ന ആദ്യമായിട്ടാ. എന്നാ നീ ഇറങ്ങിയ നിന്റെ കാലയിലെ ചാണകമൊക്കെ കഴുകിക്കളയും. ചെളിയാ. പണ്ട് ഞാൻ 3ാം ക്ലാസ്സിൽ LP സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുപോലൊന്നും വീണിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പഴാണ് വീഴുന്നത്. ചതുപ്പാട്ടോ, ഈ വഴി മൊത്തം ചതുപ്പാ. അവിടെ ഇറങ്ങി കഴുകി. അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ തടാകം കേട്ടോ. ഈ തടാകത്തിൽ നിന്നുള്ള വെള്ളമാണ് ഇങ്ങനെ ഒഴുകി പോകുന്നത്. അതേപോലെ തന്നെ ആ മലയിൽ നിന്നൊക്കെ നല്ല മഴക്കാലത്തൊക്കെ ആ മലയിൽ നിന്നൊക്കെ വെള്ളം കുത്തി ഒഴുകി ഇതിനകത്ത് വന്ന് ഇതിൽ നിന്ന് വലിയ ശക്തമായിട്ട് താഴോട്ടേക്ക് വീഴും. എന്തായാലും ഒന്നുകൂടെ വരണം, നല്ല സമ്മറിലല്ല, നല്ല മഴക്കാലത്ത് ഒന്നും കൂടെ വന്ന് ഇതൊക്കെ ഒന്ന് കാണണം. അപ്പോൾ നമ്മൾ ബ്രിഡ്ജ് കഴിഞ്ഞ് കുറച്ചിങ്ങ് വരുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ഈ വാട്ടർഫാൾ ഉള്ളത് കേട്ടോ. ഇവിടുന്ന് ഒത്തിരി നടക്കാനൊന്നുമില്ല. നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ഇത്രയും കുറച്ച് ട്രക്ക് ചെയ്ത് വന്ന് കാണാനുള്ള വാട്ടർഫാൾസിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വാട്ടർഫാളിന് പുറകിൽ ഈ ഒരു പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പേര്? പേരെന്താ? വെയിലിംഗ് വിഡോ ഓഫ് നീ ആ പേര് പറയാ, എന്നിട്ടല്ലേ പേര് വരാൻ കാരണം പറയാം. വെയിലിംഗ് വിഡോ ഫോൾസ്. ഓക്കെ, വെയിലിംഗ് വിഡോ ഫോൾസ്. അപ്പൊ വെയിലിംഗ് വിഡോ ഫോൾസ് ഈ ഒരു പേര് വരാൻ കാരണം ഇവിടെ ഒരു ഹണ്ടർ വീണ് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹണ്ടറിന്റെ അമ്മയുടെ കരച്ചില്, അല്ലെങ്കിൽ അമ്മ ഇവിടെ ഒന്ന് കരഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ ഒരു പേര് വന്നത്. സത്യം പറഞ്ഞാൽ വേറൊരു പേരാട്ടോ ഇതിന്. ശരിക്കും ഈ വാട്ടർഫാളിന്റെ പേര് ആൾട്ട് ഷറൈനൈറ്റ് വാട്ടർഫാൾ, അങ്ങനെ എങ്ങാണ്ടാണ് ഇത് വായിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല. ഇത് സ്കോട്ട്ലാൻഡിലെ ഏറ്റവും ഉയരം എന്താ പറയുന്നത്, ഏറ്റവും ഹൈയസ്റ്റ് വാട്ടർഫാൾ ആട്ടോ ഇത്. അതേപോലെ തന്നെ ഇത് കണ്ടോ, ആ ഒരു തടാകത്തിൽ നിന്നാണ് ഈ വെള്ളം ഇങ്ങനെ വന്നിങ്ങനെ ചാടുന്നത്. ഒരു കാര്യം ചെയ്യാം, വാ നമുക്കിനി ആപ്പിൾ ക്രോസ് പിടിക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, എന്ത് മനോഹരമായ സ്ഥലമല്ലേ, കണ്ട് കൊതി തീരുന്നില്ല. ഇനി ഒരുപാട് അട്രാക്ഷൻസ് നമ്മൾ കാണാനുണ്ട്, പക്ഷെ നമുക്ക് സമയം തികയും തോന്നില്ല. നമ്മളിതിപ്പോൾ 6ാമത്തെ ദിവസമല്ലടി? അതെ, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി 6ാമത്തെ ദിവസമാണ്. ഇനിയും ഉണ്ട് നമുക്ക് കുറേ അട്രാക്ഷൻ കവർ ചെയ്യാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഒരു തവണ കൂടെ വരേണ്ടി വരും. നീ ഡ്രോൺ താഴോട്ട് പൊട്ടിക്കില്ലേ? എന്ത് രസമാന്ന് നോക്കിയേ. നീ ആരാ? നീ പോലീസാണോ? ഓക്കെ സാർ. അവിടെ പോകുന്നില്ല. വാ, അങ്ങ് പോവല്ലേന്ന്. ആ, പോലീസായത്. പോലീസാണോ? ഹലോ. ഇല്ല, അങ്ങ് പോകുന്നില്ല കേട്ടോ. അവിടെ പോവാ. അങ്ങനത്തെ NC500 നമ്മളിത് ഉള്ളാപ്പുള്ളിലേക്കുള്ള റോട്ടിലാണ് ഇപ്പോൾ കേട്ടോ. അങ്ങനെ നല്ലൊരു സീനിക് ഏരിയ കണ്ടപ്പോൾ നിർത്തിയതാണ് NC500. ഓരോ നിമിഷവും ഞെട്ടിച്ചോണ്ടിരിക്കുക കേട്ടോ. നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് ഉള്ളാപ്പൂൾ എന്ന് പറഞ്ഞൊരു ടൗണിലൂടെയാണ് കേട്ടോ. ഇവിടെ നല്ല സീ ഫുഡ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. നല്ല സീ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഉള്ളാപ്പൂള്. അപ്പൊ നമ്മള് അതിന്റെ നടുക്കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അല്ലേ. അവിടെ കുറച്ച് ബോട്ടും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ഇവിടെ ഇപ്പൊ നമുക്ക് സീ ഫുഡ് ഇറങ്ങി കഴിക്കാൻ നമുക്ക് വയറുള്ള സ്ഥലമില്ല. കാരണം നമ്മൾ ഓൾറെഡി ഫിഷ് ആൻഡ് ചിപ്സ് കഴിച്ച് നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുക. അപ്പിക്ക് കഴിക്കണമെന്നുണ്ടോ? ഇല്ലേ? അപ്പൊ ഇവിടുന്ന് ഫെറി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, കുറേ കപ്പലൊക്കെ ഇവിടെ നിർത്തി. കപ്പലല്ല, ബോട്ട്. ആമി കണ്ട ബോട്ട് നോക്ക്. ബോട്ട്. ഈ ഒരു സ്കോട്ട്ലാൻഡ് ട്രിപ്പിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ച വേറൊരു സാധനം കൂടി ആട്ടോ. അതായത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു യമണ്ട യാക്ക് നോക്കിയേ, നല്ല കറുത്ത കരിമാടി കുട്ടനല്ലേ. എൻ്റെ അമ്മ, അവന് എത്രയ്ക്ക് ഉണ്ടെന്ന് നോക്കിയാ അല്ലേ. ഒരു ഒന്നൊന്നര സാധനം കേട്ടോ. വിളിക്കണ അങ്ങ് ഒച്ചാക്കല്ലേ കുട്ടൻ. അതാണ്ട് നമ്മളെ യാക്കൂട്ടൻ. ഹലോ. അതിന് പേടിയാട്ടോ അതിന് കൊമ്പൊക്കെ നോക്കി എന്നാ.
പൂവാട്ടോ അത്. നിങ്ങളെല്ലാം കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. എത്ര കുഞ്ഞുങ്ങളൊക്കെയാണ് കണ്ടോ. അപ്പൊ ഇത് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കൂട്ടം മാനുകളെ കണ്ടു കേട്ടോ. ഇത് കണ്ടോ, ഇഷ്ടം പോലെ എണ്ണ കണ്ടു. കൊമ്പൊക്കെ ഉണ്ടല്ലേ, കൊമ്പൊക്കെ ഉള്ള നല്ല ഒരു കൂട്ടം മാൻകൂട്ടത്തെ കണ്ടു. ഓയ് ആമി കണ്ടാ? ഇഷ്ടായ? എത്ര എണ്ണാന്ന് നോക്കിയേ, അടിപൊളി. ഞങ്ങളങ്ങനെ പോകുന്ന വഴിക്ക് ഇത് വീണ്ടും മാനുകളെ സ്പോട്ട് ചെയ്തു കേട്ടോ. ഇത് കണ്ടോ, ഒരു കൂട്ടം മാനുകളുണ്ട്. ഇതിലും നല്ല കൊമ്പൊക്കെയുള്ള നല്ല നല്ല വെറൈറ്റി ടൈപ്പ് മാനൊക്കെ ഇരിപ്പുണ്ട്. എപ്പോഴും ഞങ്ങളെപ്പോഴും കാണുന്നതിന് കൊമ്പൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ അടുത്ത തവണ കാണുന്നതിന് ഇത് കൊമ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തവണത്തെ സ്കോട്ട്ലൻഡ് ട്രിപ്പിൽ നമ്മൾ എന്തൊക്കെ കണ്ടാമി? മാനിനെ കണ്ടു. ഇതേ അവിടെ ആട്ടുമാമ നിപ്പുണ്ടെന്ന് ആമി പറഞ്ഞത്. ആമിക്ക് ആട്ടുമാമ കേട്ടോ ഇഷ്ടം. അവിടെ ഒരു ആട്ടുമാമ നിപ്പുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ മാനകളുണ്ട്. ഞാനിത് 5-ൽ ഇട്ടിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഒരിച്ചിരി ദൂരെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് കണ്ട നല്ല അടിപൊളി മാനുകൾ. വിജയകരമായി NC500 കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് ഇൻവേർണസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് തിരിച്ച് ഇൻവേർണസിൽ എത്തി അല്ലേ ബി? ഇൻവേർണസിൽ തന്നെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ റൂം എടുത്ത് സ്റ്റേ അടിക്കുകയാണ്. അതെ, കംപ്ലീറ്റ് ചെയ്തതിന്റെ സന്തോഷത്തിൽ നമ്മൾ ഇന്ന് ഇവിടെ റൂം എടുക്കുകയാണ്.